ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആർഡിനോ യൂനോ ബോർഡ്, IR പ്രോക്സിമിറ്റി സെൻസർ, ഒരു സർവോ മോട്ടോർ ഇവ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ ഡിസൈൻ ചെയ്യാമെന്നാണ്. ഇതിൽ നമ്മൾ സെൻസറായിട്ട് ഉപയോഗിക്കുന്നത് IR പ്രോക്സിമിറ്റി സെൻസറാണ്. അതുപോലെ തന്നെ സർവോ മോട്ടോർ ഇവിടെ ഉപയോഗിക്കുന്നത് സാനിറ്റൈസറിൻ്റെ നമ്മൾ ആ പ്രസ് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ സാധാരണ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നതിന് പകരം ഇവിടെ സർവോ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ആ പ്രസ്സിംഗ് മെക്കാനിസം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് സർവോ മോട്ടോർ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന IR പ്രോക്സിമിറ്റി സെൻസർ. ഈ സെൻസർ മൊഡ്യൂളിൽ ഇതിൽ ഈ കാണുന്നതാണ് IR ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ ഇതിൽ നിന്ന് IR റേസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് IR റേസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ കാണുന്നതാണ് IR റിസീവർ. അപ്പോൾ ഈ സെൻസറിൻ്റെ മുൻപിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ IR റേസ് ആ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ഈ റിസീവറിൽ റിസീവ് ചെയ്യും. അങ്ങനെയാണ് ഈ മൊഡ്യൂള് ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ മുൻപിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി ഈ സെൻസറിൻ്റെ മുൻപിൽ ഒബ്ജക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന IR റേസ് എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ റിസീവറിൽ ഒരു സിഗ്നലും റിസീവ് ചെയ്യുന്നതല്ല. ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് കാണാം 3 പിന്നാണുള്ളത്: ഔട്ട്, ഗ്രൗണ്ട്, VCC. ഇവിടെ VCCയിൽ നമ്മൾ ആർഡിനോ ബോർഡിലെ 5 വോൾട്ട് കണക്ട് ചെയ്യണം. ഗ്രൗണ്ടിൽ ആർഡിനോ ബോർഡിൻ്റെ ഗ്രൗണ്ടും കണക്ട് ചെയ്യണം. ഈ ഔട്ട് എന്ന് പറയുന്നത് ഈ മൊഡ്യൂള് നമുക്ക് കിട്ടുന്ന ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്. ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് ഈ ഔട്ട് പിന്നിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൽ 2 LED ഉണ്ട്. ഇതിൽ ഒരു LED പവർ LED ആണ്. പവർ LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ മൊഡ്യൂളിലേക്ക് 5 വോൾട്ടും ഗ്രൗണ്ടും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പവർ LED ഓൺ ആകും. അതായത് ഈ മൊഡ്യൂളിലേക്ക് അതൊരു വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സപ്ലൈ കിട്ടിയെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പവർ LED ഓൺ ആവുന്നത്. ഇനി നമുക്ക് ഈ ഡിജിറ്റൽ ഔട്ട്പുട്ട്, ഈ ഔട്ടിന്റെ സ്റ്റാറ്റസ് കാണിക്കാൻ ഒരു LED ഉണ്ട്. അതിനാണ് മറ്റൊരു LED ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഔട്ട് പിന്നിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് നമ്മളൊന്നും ഡിറ്റക്ട് ചെയ്തില്ല, അതായത് സെൻസർ മൊഡ്യൂളിന്റെ മുൻപിൽ ഒബ്ജക്റ്റ് ഒന്നും ഇല്ല എങ്കിൽ ഈ ഔട്ട് എപ്പോഴും ഹൈ ആയിരിക്കും. ആ സമയം ഈ ഔട്ട്പുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LED ഓഫ് ആയിരിക്കും. എപ്പോഴെങ്കിലും ഈ സെൻസറിന്റെ മുൻപിൽ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്തു, അതായത് ഒരു ഒബ്ജക്റ്റ് ഇതിന്റെ മുൻപിൽ വന്നു, അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന IR റേസ് ആ ഒബ്ജക്റ്റിൽ തട്ടി ഈ റിസീവറിൽ റിസീവ് ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് പിന്നെ ഹൈ സ്റ്റേറ്റിൽ നിന്ന് ലോ സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യും. അതായത് ആ സമയത്ത് ഈ ഔട്ട്പുട്ട് പിന്നിന്റെ വാല്യൂ ലോ ആകും. അതോടൊപ്പം ഈ ഔട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LED ഓൺ ആവുകയും ചെയ്യും. ഈ രീതിയിലാണ് ഈ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നത് ഈ മൊഡ്യൂളിന്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ്. അതായത് നമുക്ക് ഒബ്ജക്റ്റ് എത്ര അടുത്തെത്തുമ്പോഴാണ് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് ഈ പിന്ന് ലോ ആക്കേണ്ടത് എന്ന് നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എത്ര അടുത്തുള്ള ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യണം, എത്ര അകലെയുള്ള ഒബ്ജക്റ്റ് ആണ് ഡിറ്റക്ട് ചെയ്യേണ്ടത്, അങ്ങനെ നമുക്ക് ആ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് ഒരു സർവോ മോട്ടറാണ്. ഈ സർവോ മോട്ടേഴ്സിന്റെ കണക്ഷൻ വരുന്നത് ഈ ബ്രൗൺ കളറ് നമ്മൾ ആർഡിനോ ബോർഡിലെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. റെഡ് കളറ് 5 വോൾട്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യണം. ഓറഞ്ച് പിന്ന് സിഗ്നൽ കൊടുക്കേണ്ട പിന്നാണ്. ഈ സർവോ മോട്ടോർ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആർഡിനോയിൽ നിന്ന് PWM സിഗ്നൽ നൽകിയിട്ടാണ് ഈ സർവോ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ സിഗ്നലിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ആർഡിനോ ബോർഡിലെ ഏതെങ്കിലും ഒരു PWM പിന്നിലേക്ക്, അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നിലേക്ക് വേണം ഈ സിഗ്നൽ നമ്മൾ കണക്ട് ചെയ്യാൻ. സർവോ മോട്ടർ ഇതിലെ വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ സിഗ്നലായിട്ട് നൽകുന്നത് PWM സിഗ്നലായിട്ട് നൽകുന്നത് ഒരു ആംഗിൾ ആയിരിക്കും. അതായത്
0 തുടങ്ങി 180 ഡിഗ്രി വരെയുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ നമ്മൾക്ക് സിഗ്നലായിട്ട് PWM സിഗ്നലായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര ആംഗിൾ ആണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് സർവോ ആ ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. നമുക്ക് കൊടുക്കാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 മുതൽ 180 ഡിഗ്രി വരെയാണ്. പിന്നീട് ഇത് നമ്മൾ ഈ സർവോ മേടിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം കുറച്ച് സ്ക്രൂ ഡ്രൈവേഴ്സും അതുപോലെ തന്നെ കുറച്ച് കണക്ടേഴ്സും കിട്ടുന്നുണ്ട്. ഈ കണക്ടർ നമുക്ക് ഈ സർവോയുടെ ഈ എൻഡിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കണക്ടർ സെലക്ട് ചെയ്ത് നമുക്കിവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ സർവോ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഈ കണക്ടറിലെ അതനുസരിച്ച് മൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ സാനിറ്റൈസർ ഡിസ്പെൻസർ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ നമ്മൾ ചെയ്യുന്ന ഈ അറ്റാച്ച് ചെയ്യുന്ന ഈ കണക്ടർ ആ സാനിറ്റൈസറിന്റെ നമ്മൾ ആ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് പ്രസ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ സർവോ ആ ബോട്ടിലേക്ക് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ആംഗിൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൊടുക്കാനും ആ രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. നമ്മൾ എപ്പോഴും സർവോ മോട്ടറിന്റെ സിഗ്നലിലേക്ക് കൊടുക്കേണ്ടത് PWM സിഗ്നലുകളാണ്, എങ്കിൽ മാത്രമാണ് സർവോ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരു ആർഡിനോ ബോർഡിലെ PWM സിഗ്നൽ കിട്ടുന്ന പിന്നുകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. ഈ ആർഡിനോ ബോർഡിലെ പിൻ 3, 5, 6, 9, 10, 11 ഇവയെല്ലാം PWM പിന്നുകളാണ്. ഇത് PWM പിന്നുകളാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സിഗ്നൽ പോലെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സിഗ്നൽ പോലെ സിമ്പിൾ കാണുന്ന ആർഡിനോ ബോർഡിലെ എല്ലാ പിന്നുകളും നമുക്ക് PWM പിന്നുകളായിരിക്കും. നിങ്ങൾക്ക് ഈ ബോർഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ പിന്നുകളിലെല്ലാം തന്നെ ആ സിഗ്നൽ സൈൻ നിങ്ങൾക്ക് ആ നമ്പറിന്റെ അടുത്ത് കാണാം. 3, പിന്നെ 3, 5, 6, 9, 10, 11. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സർവോ മോട്ടോർ കണക്ട് ചെയ്യുന്നത് പിൻ നമ്പർ 9ലേക്കാണ്. അതായത് ഈ 9ാം നമ്പറിലെ PWM ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സർവേയിലേക്കുള്ള സിഗ്നൽ നമ്മൾ ഈ കോഡ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർക്യൂട്ട്. ഇതിൽ IR സെൻസറിന്റെ ഔട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആർഡിനോ ബോർഡിലെ പിൻ 2ലേക്കാണ്. അതായത് ഡിജിറ്റൽ പിൻ 2ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സെൻസറിന്റെ ഗ്രൗണ്ട് ആർഡിനോ ബോർഡിലേക്ക് ഗ്രൗണ്ടിലേക്കും അതുപോലെ തന്നെ VCC പിന്ന് ആർഡിനോ ബോർഡിലെ 5 വോൾട്ട് പിന്നിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. സർവോ മോട്ടറിന്റെ ഓറഞ്ച്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സർവോ മോട്ടറിൽ ഓറഞ്ച് കളറിലുള്ള വയറാണ് സിഗ്നൽ ആയിട്ട് വരുന്നത്. ഓറഞ്ച് വയർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആർഡിനോ ബോർഡിലെ പിൻ നമ്പർ 9, അതായത് ആ പിന്നിലെ PWM സിഗ്നലിലേക്കാണ് സർവോ കണക്ട് ചെയ്തിരിക്കുന്നത്. റെഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ആർഡിനോ ബോർഡിലെ 5 വോൾട്ട് സപ്ലൈ പിന്നിലേക്കാണ്. പിന്നീട് ബ്രൗൺ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ആർഡിനോ ബോർഡിലെ ഗ്രൗണ്ട് പിന്നിലേക്ക്. ഇതാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർക്യൂട്ട്. ഞാനിപ്പോൾ ആർഡിനോ ബോർഡിലേക്ക് സെൻസർ കണക്ട് ചെയ്തു, അതുപോലെ തന്നെ സർവോ മോട്ടറും കണക്ട് ചെയ്തു. അതിനുശേഷം ആർഡിനോ ബോർഡ് സിസ്റ്റവുമായിട്ട് USB ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ആർഡിനോ ബോർഡിലേക്ക് പവർ കൊടുത്തുകൊണ്ട്, അതായത് ആർഡിനോ USB വഴി ഒരു സിസ്റ്റത്തിലേക്ക്, അതായത് ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലോട്ടോ കണക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും ഈ രീതിയിലുള്ള ബ്രെഡ് ബോർഡിലെ അല്ലെങ്കിൽ നിങ്ങൾ കണക്ഷൻസോ അതുപോലെ നിങ്ങൾ കമ്പോണൻസ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഏറ്റവും നല്ല കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം എല്ലാ കോമ്പോണൻസും ഈ പറയുന്ന പോലെ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക, ആർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ആർഡിനോ USB വഴി പവർ ചെയ്യുക. പിക്ടോബ്ലോക്സ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യുന്നത്. ബ്ലോക്സ് മെത്തേഡിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ പിക്ടോബ്ലോക്സ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിനു ശേഷം ബ്ലോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ബോർഡ് സെലക്ട് ചെയ്യണം. അതിനായിട്ട് ബോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർഡിനോ ബോർഡ് സെലക്ട് ചെയ്യുക. ആർഡിനോ യൂനോ ആണെന്നുണ്ടെങ്കിൽ യൂനോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർഡിനോ നാനോ ബോർഡാണ്. അതുകൊണ്ട് ഞാനിവിടെ ആർഡിനോ നാനോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ കോഡ് ആർഡിനോ യൂനോ ബോർഡിലും ആർഡിനോ നാനോ ബോർഡിലും വർക്ക് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ആർഡിനോ യൂനോയിലും ആർഡിനോ നാനോയിലും ഉപയോഗിക്കുന്നത് Atmega 328P എന്ന് പറയുന്ന
സെയിം മൈക്രോ കൺട്രോളറാണ്. അതിനുശേഷം ആർഡിനോ ബോർഡ് കണക്ട് ചെയ്തിരിക്കുന്ന USB പോർട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ബോർഡ് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റേജ് മോഡിൽ നിന്ന് അപ്ലോഡ് മോഡിലേക്ക് മാറ്റാം. ഇവിടെ നമുക്കിപ്പോൾ ഓപ്ഷൻസിൽ ആർഡിനോ നാനോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ആർഡിനോ യൂനോ ബോർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന ആർഡിനോ യൂനോ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ നിന്ന് ആർഡിനോ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ നാനോ ബോർഡ് ആയതുകൊണ്ടാണ് ആർഡിനോ നാനോ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കൺട്രോളിൽ നിന്ന് ഫോർഎവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ അപ്ലോഡ് മോഡിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ബോർഡ് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആ സിമ്പിൾ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളിവിടെ ബ്ലോക്ക് ഓരോന്ന് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള C++ കോഡാണ് ഇവിടെ വരുന്നത്. നമ്മളിവിടെ ആർഡിനോ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഫോർഎവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ വോയിഡ് സെറ്റപ്പ്, വോയിഡ് ലൂപ്പ് എന്നുള്ളത് ഓൾറെഡി കോഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ IR പ്രോക്സിമിറ്റി സെൻസറിന്റെ വാല്യൂ നമുക്ക് അറിയണം. അതിനനുസരിച്ച് വേണം നമുക്ക് ഇനി സർവോ കൺട്രോൾ ചെയ്യാൻ. അതിന് നമ്മൾ if then എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ കോഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ബ്ലോക്ക് ലെവലിൽ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് പിന്നീട് നിങ്ങൾക്ക് എന്തായാലും വലിയ രീതിയിലുള്ള പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ C++ കോഡും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ C++ കോഡ് വരുന്നത് എന്നുള്ളത്. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സെൻസറിൻ്റെ വാല്യൂ ഇവിടെ റീഡ് ചെയ്തിട്ട് വേണം നമുക്ക് സർവോ കൺട്രോൾ ചെയ്യാൻ. അതിനുവേണ്ടി ആർഡിനോ നാനോ എന്നുള്ള ഓപ്ഷനിൽ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ, ഇവിടെ IR സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ 2ലേക്കാണ്. ഞാനിവിടെ 2 സെലക്ട് ചെയ്തു. ഈ കണ്ടീഷനിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നത് പിന്നിൻ്റെ വാല്യൂ 1 ആണോ, അതായത് പിന്ന് ഹൈ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഹൈ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ ഈ ബ്ലോക്ക് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം പിന്നെ ഹൈ ആയി കഴിഞ്ഞാൽ IR സെൻസറിൻ്റെ ഔട്ട്പുട്ട് പിന്നെ ഹൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റ് ഒന്നും ഇല്ല, അതായത് സെൻസറിൻ്റെ മുമ്പിൽ ഒബ്ജക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ സാനിറ്റൈസർ നമുക്ക് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സർവോ ഏത് പൊസിഷനിലാണ് വേണ്ടത് അത് നിങ്ങൾ സർവോ കണക്ട് ചെയ്യുന്ന, അതായത് ഒരു ബോട്ടിലേക്കാണെങ്കിൽ ബോട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ആംഗിളിലേക്കാണോ വേണ്ടത് ആംഗിൾ വേണം ഇവിടെ കൊടുക്കാൻ. ഇവിടെ അതിനുവേണ്ടി ഇവിടെ ആക്ച്വേറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റ് സർവോ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യും. നമുക്കറിയാം ഇവിടെ നമ്മൾ സർവോ കണക്ട് ചെയ്തിരിക്കുന്നത് PWM പിൻ 9ലേക്കാണ്. ഇവിടെ പിൻ 9 സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ ഏത് ആംഗിൾ ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് വേണ്ട ആംഗിൾ, അതായത് ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടത് സർവോ 0 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് ഞാനിവിടെ 0 സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത് പിന്നിൻ്റെ വാല്യൂ ഹൈ ആണെങ്കിലുള്ള കണ്ടീഷൻ. ഇനി പിന്നിൻ്റെ വാല്യൂ ലോ ആണെങ്കിലുള്ള കണ്ടീഷനാണ് എൽസിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ലോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതായത് ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്തു, അതായത് ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്തു. ഇപ്പം ഹാൻഡ് സാനിറ്റൈസർ ആണെങ്കിൽ ഒരാൾ സാനിറ്റൈസറിൻ്റെ ഫ്രണ്ടിലുള്ള IR സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൈ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, സർവോ ഈ ബോട്ടിലുള്ള സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യാനുള്ള രീതിയിലുള്ള നോബ് താഴ്ന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്നുള്ള സാനിറ്റൈസർ പുറത്തേക്ക് വരും. അപ്പോൾ അതിന് പാകത്തിലുള്ള സർവോയുടെ ആംഗിൾ നമ്മളിവിടെ സെറ്റ് ചെയ്യണം. പിന്നെ 9 സെലക്ട് ചെയ്തു. ഞാനിവിടെ ഒരു 90 ഡിഗ്രി കൊടുക്കുന്നു.
ഇതാണ് നമുക്ക് വേണ്ട പ്രോഗ്രാം. ഇനി നമുക്ക് ഈ കോഡ് അപ്ലോഡ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കോഡ് ഒന്നുകൂടി പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് തന്നെയാണ്. Arduino ബോർഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതിന് വേണ്ടി ഫോർ അവർ ലൂപ്പ് സെലക്ട് ചെയ്തു. ഇതിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് പിന്നിന്റെ വാല്യൂ ഹൈ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് ഒന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല, ആ സമയത്ത് സർവോ 0 എന്ന ആംഗിളിലേക്ക് സെറ്റ് ചെയ്തു. എന്തെങ്കിലും ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവോ 90 എന്ന ആംഗിളിലേക്കും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്ലോഡ് കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കോഡ് ബോർഡിലേക്ക് Arduino ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് സക്സസ്ഫുള്ളി കോഡ് ബോർഡിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ടിൽ കാണുന്ന പോലെ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് സർവോ 90 എന്ന ആംഗിളിലേക്കും, ഒബ്ജക്റ്റ് ഒന്ന് ഡിറ്റക്ട് ചെയ്യാത്ത സമയത്ത് സർവോ 0 എന്ന ആംഗിളിലേക്കും വർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോഗ്രാം എന്നുള്ള രീതിയിൽ. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കണ്ടാൽ മതിയാകും. ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ കോഡ് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഇത് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യാം. ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ പല രീതിയിൽ, ഇപ്പോൾ ഇത് പല ലോജിക്കുകൾ നമുക്ക് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യും. ഇതെങ്ങനെ ഈ പ്രോഗ്രാം തന്നെ പല ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു കോഡ് മതിയെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള കോഡ് വെച്ച് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി പറയുന്നതൊക്കെ കുറച്ചും കൂടി ഒരു കോഡൊന്നുകൂടി കൂടുതൽ മനസ്സിലാക്കുന്നതിനും, അതുപോലെ തന്നെ ഈ ബ്ലോക്കും ഈ C++ കോഡും ഒക്കെ തമ്മിലുള്ള ഒരു ഐഡിയ കിട്ടുന്നതിനാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്നും കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ഈ ചെയ്ത ഈ ഔട്ട്പുട്ട് വരെയുള്ളത് വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും, അല്ലെങ്കിൽ ഇനി നിങ്ങൾ മുഴുവൻ കണ്ടിട്ടാണെങ്കിൽ മുഴുവൻ കണ്ടിട്ടുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്ന മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത് പിൻ 2ലേക്കാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ബ്ലോക്ക് ഇവിടെ കൊടുത്തപ്പോൾ അതിന് ഈഫ് എൽസ് എന്നുള്ള 2 കോഡാണ് ഈ C++ കോഡിൽ വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഡിജിറ്റൽ റീഡ് 2, അതായത് പിൻ 2ന്റെ സ്റ്റാറ്റസ്, പിന്നിന്റെ വാല്യൂ റീഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ബ്ലോക്കും കൂടി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ സെൻസേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെൻസേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ റീഡ് ഡിജിറ്റൽ സെൻസർ, ഞാൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ IR പ്രോക്സിമിറ്റി എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാനിവിടെ ഈ ബ്ലോക്ക് കൊടുത്തപ്പോഴും ഇവിടെ കോഡിൽ വന്നിരിക്കുന്നത് എന്താണ്? ഡിജിറ്റൽ റീഡ് 2 എന്ന് തന്നെയാണ്. അതായത് നമ്മൾ ഈഫിൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ കൊടുത്താലും ഈ ബ്ലോക്ക് കൊടുത്താലും പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നമ്മൾ പിൻ 2 റീഡ് ചെയ്യുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത്, പിൻ 2ൽ ഒരു സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് IR സെൻസർ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ബ്ലോക്ക് ആണെങ്കിലോ, ഈ ബ്ലോക്കാണ് നമ്മൾ പ്രോഗ്രാം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബ്ലോക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പിൻ 2ലേക്ക് ഒരു സെൻസർ ഉണ്ട്, അതൊരു ഡിജിറ്റൽ സെൻസർ ആണ്. ആ സെൻസർ ഒരു IR പ്രോക്സിമിറ്റി സെൻസർ ആണ്. കുറച്ചും കൂടി എന്താണ്, നമുക്ക് ഈ ബ്ലോക്ക് കാണുമ്പോൾ ക്ലിയർ ആണ്. പക്ഷേ ഒരിക്കലും C++ കോഡിൽ അത്രയും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. ഇത് 2 ഉപയോഗിച്ചാലും ബ്ലോക്ക് ഉപയോഗിച്ചാലും C++ കോഡ് ഡിജിറ്റൽ റീഡ് എന്ന് തന്നെയായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കോഡ് കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഐഡിയ കിട്ടും. ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഈ രീതിയിലും ഉപയോഗിക്കാം. ഓക്കെ, ഇത് ഞാൻ മാറ്റുന്നു. അപ്പം ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇവിടെ
ഈ ഓപ്ഷൻ കൊടുത്തപ്പോൾ ഈഫിൽ എന്താണ് നോക്കുന്നത്, ഡിജിറ്റൽ റീഡ് ടു. അത് ഞാൻ മാറ്റി കൊടുത്താലും അവിടെ ആ പ്രോഗ്രാം ഒരു മാറ്റവും ഇല്ല. ഈ ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ. ഇവിടെ if then എന്നുള്ള കണ്ടീഷനിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്, പിന്നെ ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. അത് ഹൈ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആകുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പിന്നെ 2 റീഡ് ചെയ്യുന്നു, അത് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ഈക്വൽ ടു 1 എന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താലും, അതല്ല ഈ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പെൻ എന്ന് മാത്രം കൊടുത്താലും ഒരേ ലോജിക്കാണ്. പക്ഷേ നമുക്ക് ഇവിടെ C++ കോഡിൽ ഒരു മാറ്റം കാണാം, ഡിജിറ്റൽ റീഡ് ഈക്വൽ ടു 1. പക്ഷേ ഈ രണ്ട് രീതിയിൽ കൊടുത്താലും ഈ 1 എന്ന് സെപ്പറേറ്റ് ചെക്ക് ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ അങ്ങനെ 1 എന്ന് കണ്ടീഷൻ കൊടുത്തില്ലെങ്കിലും ഈ ഈഫിൽ ചെക്ക് ചെയ്യുന്നത് പിന്നീട് 2 1 ആണോ എന്നാണ് ഈ ഈഫിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോജിക്ക് തിരിച്ചും കൊടുക്കാം. അപ്പം ഈഫിൽ നമ്മൾ 1 ആകുന്ന കണ്ടീഷനാണ് കൊടുത്തത്. ഇനിയിപ്പം ഞാനിത് 0 ആക്കി. 0 ആക്കുമ്പോൾ എന്താണ്, ആ പിന്നെ ലോ ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ നമുക്കറിയാം. ഇവിടെ 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. റീഡ് പിന്നെ ചെക്ക് ചെയ്യുന്നു, അത് ലോ ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ ലോ ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ എന്തായിരിക്കും ലോജിക്കലായിട്ട് വരുത്തേണ്ട മാറ്റം, നേരത്തെ എൽസ് കൊടുത്തത് ഇവിടെ ആക്കണം, ഈഫ് കൊടുത്തത് ഇവിടെ ആക്കണം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താ, പിന്നെ 2 റീഡ് ചെയ്യുന്നു, പിന്നെ 2 റീഡ് ചെയ്തിട്ട് ആ വാല്യൂ 0 ആണോ എന്ന് നോക്കും. 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ എത്രയിലോട്ട് ആംഗിൾ സെറ്റ് ചെയ്യണം, 90ലോട്ട് സെറ്റ് ചെയ്യണം. അതല്ല എൽസ് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്തായിരിക്കും, പിന്നെ വാല്യൂ 1 ആണ്, അതായത് ഒബ്ജക്റ്റ് ഒന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആംഗിൾ 0യിലേക്ക് ചെയ്യണം. ഇനി ഇവിടെ ഇതിൽ തന്നെ ഈ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ എന്ന് പകരം നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം, സെൻസറിൽ നിന്ന് റീഡ് ഡിജിറ്റൽ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇവിടെയെല്ലാം കോഡ് വർക്ക് ചെയ്യുന്ന ഒരേ രീതിയിലായിരിക്കും. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളൊരു ഐഡിയ കൂടുതലായിട്ട് കിട്ടാനാണ്. നിങ്ങൾക്ക് നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ കോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ടെക്സ്റ്റിൽ കാണുന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഔട്ട്പുട്ടിൽ നമുക്കിപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നു, സർവോ അതനുസരിച്ച് വർക്ക് ചെയ്യുന്നു. നമ്മൾ പ്രൊജക്റ്റ് എന്തായിട്ടാണ് ചെയ്തത്, ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ. ഈ മൊഡ്യൂളും ഈ സർവോ ഉപയോഗിച്ച് തന്നെ, ഇതേ ലോജിക്ക് ഉപയോഗിച്ച് തന്നെ പല പ്രൊജക്റ്റും നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഇതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്മാർട്ട് ഡസ്റ്റ്ബിൻ. അതായത് ഒരാൾ ഒരു വേസ്റ്റ് ഇടാനായിട്ട് നമുക്കൊരു വേസ്റ്റ് ബോക്സിൻ്റെ ഫ്രണ്ടിലേക്ക് ആളുടെ കൈ ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ആ ക്യാപ്പ്, അതായത് ആ ബാസ്ക്കറ്റ് അടച്ചു വെച്ചിരിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നു. അതിലും എന്താണ് ചെയ്യുന്നത്, ഒരു സെൻസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IR സെൻസർ ഉപയോഗിക്കാം.
അപ്പോൾ അത് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവോ ഏത് രീതിയിൽ ചെയ്യണം? ആ ബാസ്ക്കറ്റ് ഓപ്പൺ ആവുന്ന രീതിയിൽ ഈ സർവോ കണക്ട് ചെയ്യണം. ഒബ്ജക്റ്റ് മാറിക്കഴിയുമ്പോൾ ക്ലോസ് ആവുന്ന രീതിയിൽ. അതിന് നമുക്ക് എന്തായിട്ട് ഈ സെയിം ഐഡിയ, സെയിം സർവോയും ഈ IR സെൻസറും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്മാർട്ട് ഡസ്റ്റ്ബിൻ എന്നുള്ള പ്രൊജക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ആള് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ, സെൻസർ വെച്ച് നമുക്ക് ഒരു ആളെ ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഒരു ടോൾ ഗേറ്റ് ഏരിയയിൽ, ടോളൊക്കെ കളക്ട് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങൾക്കറിയാം ഒരു ബാരിക്കേഡ് എപ്പോഴും ഇങ്ങനെ ഓപ്പണും ക്ലോസും ആവുന്നുണ്ടാവും. അപ്പോൾ അത് ഒരു വെഹിക്കിൾ ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആക്കാം, ക്ലോസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ അനുസരിച്ച് പല രീതിയിലുള്ള പ്രൊജക്റ്റ് ചെയ്യാൻ ഈ ഒരു സെൻസറും, അത് IR സെൻസറും സർവോ മോട്ടറും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാം ലോജിക്ക്, അതല്ലെങ്കിൽ കമ്പോണൻസ് എല്ലാം സെയിം ആണ്. ആപ്ലിക്കേഷൻ പല രീതിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു IR സെൻസറാണ്, IR പ്രോക്സിമിറ്റി സെൻസറാണ്. IR പ്രോക്സിമിറ്റി സെൻസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മൾ അതിൽ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രൊജക്റ്റ് അൾട്രാസോണിക് സെൻസറും വെച്ച് ചെയ്തിരുന്നു. അതിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് എത്ര അകലെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഏത് സെൻസർ ഉപയോഗിക്കണം എന്നുള്ളത് അതിൻ്റെ പ്രൊജക്റ്റ് കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? IR പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കണം, നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ല, ഒബ്ജക്റ്റ് എത്ര ദൂരെയാണെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു സർവോയോ ഒരു മോട്ടറോ കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ഉപയോഗിക്കണം? അൾട്രാസോണിക് സെൻസർ ഉപയോഗിക്കണം. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം അർഡിനോ ബോർഡും പിക്ടോബ്ലോക്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബ്ലോക്ക് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് സ്കൂൾ പ്രൊജക്റ്റുകൾ ചെയ്യാനായിരിക്കും. അതായത് കുട്ടികൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് സ്കൂൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഈ ബ്ലോക്ക് മെത്തേഡാണ് എളുപ്പം. എന്നാൽ കോളേജ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അതായത് മിനി പ്രൊജക്റ്റ് ആവാം, അല്ലെങ്കിൽ മെയിൻ പ്രൊജക്റ്റ് ആവാം, അന്നേരം നമുക്ക് ഒരിക്കലും ബ്ലോക്ക് മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അന്നേരം നമ്മൾ തീർച്ചയായിട്ടും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ C++ ലാംഗ്വേജ് ഉപയോഗിക്കാം. അതായത് ആർഡിനോ IDEയും C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർഡിനോ ബോർഡിനെ പ്രോഗ്രാം ചെയ്യാം. ബ്ലോക്ക് മെത്തേഡുകൾ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും C++ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചും ഈ കോഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക.